കർത്തൃ ദിവസത്തിൽ അപ്പോൾ അതിന്റെ പാദപീഠത്തിൽ കർത്താവ് അടുത്തുവന്ന് കർത്താവങ്ങളുടെ നാമത്തെ ഉയർത്തുവാനൊക്കെയും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കുന്നതിനായി ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വളരെ ധനമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ അപ്പ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേട്ടുവല്ലോ, നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണമേ അപ്പ. ഇന്ന് പകൽ നേരം ദൂരത്ത് ചാരുമായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് അങ്ങയുടെ ആത്മാവിന്റെ നവീനമാകുന്ന അനുഭവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പിതാവെ അങ്ങ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ അപ്പന്റെ സന്നിധി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് നാമ മഹത്വപ്പെടണമേ, ശക്തീകരിക്കണമേ. മാറ്റമില്ലാത്ത വചനം ഇന്ന് പകൽ നേരം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. അടലെ പരിശുദ്ധാത്മാവെ വചനമാകുന്ന വിത്ത കർത്താവ് ഇന്ന് പകൽ നേരം വെളിപ്പെടുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യങ്ങളോട് ഇരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടുകൂടി ഇരിക്കുന്നതിനെ ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കരം നമ്മൾ ഇടപെടുന്നതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധി ആരാധനയോട് മഹത്വത്തോടു കൂടെ ആയിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഓരോരുത്തരും ആയിരുന്നു. സ്തോത്രം. വെള്ളിയാഴ്ച അനുഗ്രഹിക്കപ്പെട്ട വചനം സ്വർഗം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ സന്നിധി നമുക്ക് താന്നിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ആത്മ മനുഷ്യൻ തേജസ്കരിക്കപ്പെടുന്നു. ആമേൻ. തേജസ്കരിക്കപ്പെടുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുമ്പോൾ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പകൽ നേരം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മൾ ഇന്ന് പകൽ നേരം സ്തോത്രം ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനം 8-ാം അധ്യായമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. 8-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം സ്തോത്രം അവിടെ നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആഴത്തിൽ ചിന്തിക്കാൻ ഇടയായത്. എന്നാൽ സ്തോത്രം ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപ നമ്മുടെ നടുവിൽ ജീവിതത്തിൽ വെളിപ്പെടുവാനും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കർത്താവിന്റെ തേജസ് അനുഭവിക്കുവാനും ഇന്ന് പകൽ നേരം സ്വർഗം സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇത് പകൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം അതിന്റെ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം അല്ലെങ്കിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വളരെ ശക്തമായ വചന ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. വളരെ ആഴത്തിൽ പൗലോസ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന അവകാശത്തെ കുറിച്ച് വെളിപ്പാടിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ വായിച്ച ഭാഗങ്ങൾ. അതായത് നമ്മുടെ അകമയുള്ള മനുഷ്യൻ ഈ ലോകക്കാരനല്ല, അവനിവിടെ പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്.
ആമേൻ. നമ്മളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ രൂപീകരിച്ച് ഒരുക്കി അക്കരെ നാട്ടിൽ എത്തിക്കുക, പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ വെളിപ്പെടുത്തുക എന്ന വലിയ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, ബലപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സ്വർഗത്തിന്റെ വ്യവസ്ഥകൾ അവനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ അനുസരിക്കുന്ന മക്കളുമുണ്ട്, അനുസരിക്കാത്ത മക്കളുമുണ്ട്. അനുസരിക്കുന്ന ദൈവമക്കൾ തേജസ് പ്രാപിക്കുമ്പോൾ അനുസരിക്കാതെ ആത്മാവിന് കീഴ്പ്പെടുവാൻ കഴിയാതെയും ആത്മാവിന്റെ വഴികളിൽ തൃപ്തിപ്പെടുവാൻ കഴിയാതെയും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ കഴിയാത്ത അനേകം ആകെ ഇരുട്ടിൽ ഇന്നും ഇരിക്കുന്നു. മനസ്സിലാക്കണം, അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് കാര്യമില്ല. അഭിഷേകം നമ്മളിൽ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അതിന് ചെവിക്കൊടുത്ത് കീഴടങ്ങിയിരിക്കുന്നവർക്ക് മാത്രമാ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. വളരെ ആഴമുള്ള ഒരു കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗം നമ്മൾ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് വേണ്ടി, അത് നിമിത്തം എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലുള്ള ഒരു വലിയ പാരഗ്രാഫ് അവിടെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള ഒരു വലിയ വിഷയം അവിടെ പൗലോസ് പറയുന്നുണ്ട്. ആ വിഷയം അവിടെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ എന്താണ് ആത്മീക വർധനം എന്നുള്ളത് വ്യക്തമായും സ്വന്തം അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആത്മീക വർധനം എന്താണ്, ആത്മാവിന്റെ വളർച്ച എന്താണ്, ആത്മാവിന്റെ രൂപാന്തരം എന്താണ് എന്നുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഇവിടെ പറയുകയാണ്. ഇത് ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്, ഈ കത്ത് എഴുതുന്നത്? ഇത് രക്ഷിക്കപ്പെട്ടവർക്ക്, വീണ്ടും ജനിച്ചവർക്ക്, അഭിഷേകത്താൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വചനം അനുസരിക്കുന്നവർക്കാണ് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരികയും പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ നാം വചനം അനുസരിക്കുന്നെങ്കിൽ മാത്രമാണ് ദൈവാത്മാവിന്റെ ആലോചന നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരികയും നമ്മൾ ജഡത്തിന്റെ വഴികൾ അനുസരിച്ച് നമ്മളിൽ ശരീരം പറയുന്നത് കേട്ട്, ബുദ്ധി പറയുന്നത് കേട്ട് നമ്മൾ പോയാൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന നമ്മൾ കേൾക്കാൻ ഇടയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നേരം ദൈവാത്മാവിന്റെ കൃപ പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശ്രവിച്ച് അതിനെ ആലോചനയ്ക്ക് ചെവി തിരിച്ച് ദൈവാത്മാവിന്റെ ആലോചനയെ അനുസരിക്കുവാൻ ഇന്ന് പകൽ നേരം സ്വർഗം സഹായിക്കട്ടെ. ഇന്ന് പകൽ നേരം ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? അതിന്റെ 3 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ വായിച്ച 15 മുതൽ നമ്മൾ വായിച്ച ഭാഗം പൗലോസ് ഒരു പ്രാർത്ഥനയായിട്ട് കൊടുക്കുകയാണ്. പ്രാർത്ഥനയാണിത്. നമ്മളിങ്ങനെ വല്ലതാണോ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് നോക്കിയേ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പറയുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? പലയിടത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എഴുതി പലപ്പോഴും നമ്മളെല്ലാം ബഹുഭൂരിലും കർത്താവിന്റെ പ്രാർത്ഥനയാണ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നല്ലത് തന്നെയാണ്. എന്നാൽ അതിന് ശ്രേഷ്ഠമായ ഒരു കാര്യം ആ ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്ന പ്രാർത്ഥന കണ്ടോ? എന്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നതെന്ന്? പൗലോസ് പ്രാർത്ഥിക്കുന്നത് അത് നിമിത്തം ഞാനും നിങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പോൾ ആർക്കാണ്, ആരെയാണ് ഓർക്കാൻ സാധിക്കുന്നത്? അതായത് ഒരു ദൈവവൈതലിന് മറ്റൊരു ദൈവവൈതലിനെ ഓർക്കുമ്പോൾ, ആ ദൈവവൈതലിന് ആത്മീകമായ വർധനവിനെ കാണുമ്പോൾ, ആത്മീകമായ വളർച്ച കാണുമ്പോൾ, സ്വതന്ത്രം അവന്റെ ആത്മീക വളർച്ചയും ദൈവനാമത്തിന് വേണ്ടിയുള്ള അവന്റെ ഫലവും കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ഒരു അനുഭവം നമ്മൾക്കുണ്ടോ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഫലം കൊയ്യുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അനേകർക്ക് മറ്റൊരു വ്യക്തിയുടെ വളർച്ച കാണുമ്പോൾ, എവിടെ ആത്മീകമായ വളർച്ച കാണുമ്പോൾ പലരുടെ ഹൃദയത്തിൽ കയ്പോ വൈരാഗ്യവും വിദ്വേഷവും ജനിക്കുമ്പോൾ മനസ്സിലാക്കിയോണം അത് ദൈവാത്മാവിനാൽ അല്ല നടക്കുന്നതെന്ന് മനസ്സിലാക്കിയോണം. ഹല്ലേലൂയ. നിങ്ങൾ മറ്റൊരുവനിൽ ദൈവാത്മാവിലാണോ മറ്റൊരുവൻ ദുരാത്മാവിലാണോ എന്ന് സെൻസസ് എടുക്കാൻ പോകണ്ട. ആദ്യം നീ നിന്റെ രക്ഷ ഉറപ്പിക്ക. നീ ദൈവകൃപയിൽ നീ വളരാൻ നോക്കുക. നിന്റെ കുറവും ശരിയും തെറ്റും നീ ഒന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ വെച്ചൊന്ന് ക്ലാരിറ്റിയിലേക്ക് വരട്ടെ. ഇന്ന് വൈകുന്നേരം വചനം ഒന്ന് ശ്രദ്ധിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? പൗലോസിന്റെ സന്തോഷം എന്തായിരുന്നു?
മറ്റൊരുവൻ ആത്മാവിൽ ബലപ്പെടുന്നു, സഹോദരന്മാരുള്ള സ്നേഹത്തിൽ വർദ്ധിക്കുന്നു, ആ സ്നേഹം ജനത്തിന്റെ ഇടയിൽ പ്രസിദ്ധമാകുന്നു. അപ്പോൾ ക്രിസ്തു അവരുടെ നടുവിൽ ഉണ്ടെന്നുള്ളതിന് ഉള്ള തെളിവോടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഒരു കൂട്ടർ എഫെസോസിലുള്ള വിശുദ്ധന്മാരിൽ ചിലരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവർക്ക് വെളിപ്പാട് ലഭിച്ചു, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു. എന്താണ് അവിടെ മനസ്സിലാകുന്നത്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലാണ് വെളിപ്പാടുകൾ കാണുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം ലഭിക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്കേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് വേണ്ടിയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. സ്വന്തം വെളിപ്പാട് ലഭിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ പരിജ്ഞാനം ലഭിച്ചവർക്ക് വേണ്ടിയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? കൃപ ലഭിച്ചവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. വരമുള്ളവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിൽ പ്രകാശിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കണം, പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വരം പ്രാപിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ വല്ലതും ആണോ? ഹല്ലേലൂയ. നാം ആരെയാ ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. എന്ന് വീട്ടിൽ 5 വ്യക്തികളുണ്ടെങ്കിൽ കുടുംബത്തിലെ 5 കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. അവരുടെ ഭാവി, അവരുടെ ആരോഗ്യം, അവരുടെ സ്വസ്ഥത, അവരുടെ സമാധാനം. മകനെ, നീ ദൈവമാകല്ലേ, നീ ദൈവമാകരുത്. അവന് സ്വസ്ഥത വരണമെന്നുണ്ടെങ്കിൽ ദൈവം പദ്ധതിയിട്ടേ പറ്റുള്ളൂ. അവന് സമാധാനം വരണമെങ്കിൽ ദൈവം പദ്ധതിയിട്ടേ വരുള്ളൂ. ശ്രദ്ധിക്കണം, ചിലരിങ്ങനെ കൊട്ടേഷൻ എടുത്തേക്കുക. ഒരായുസ് മുഴുവൻ നീ ചിലരുടെ ലോകത്തിലെ സൗഖ്യത്തിന് വേണ്ടി നീ ഇരുന്ന് ഇടിവിലിരിക്കുക. എന്റെ മകനെ, നിന്റെ ആയുസിന് നിന്റെ ആത്മാവിന് വേണ്ടി കരുതിയില്ലെങ്കിൽ നീ വലിയ കഷ്ടത്തിലായി പോകും. അനേകർ അങ്ങനെയുണ്ട്. അവരെന്താ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടിയോ? കർത്താവേ, ഞാൻ ഈ ശരീരത്തിൽ കുറച്ചു വർഷമേ ജീവിക്കുകയുള്ളൂ, ഇത് കഴിഞ്ഞ് നിത്യത എന്നുള്ളത് അപ്പുറത്ത് കിടപ്പുണ്ട്. അത് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ള ശരീരം വിട്ടാൽ നിത്യതയാണ്. അത് സ്വർഗത്തിലോ നരകത്തിലോ ചെലവിടുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മകനെ, നീ ഈ ഭൂമിയിൽ ഇരുന്ന് തന്നെ ആ രാജ്യത്തിന്റെ പൗരനായി തീരണം. ആ രാജ്യത്തിന്റെ മഹത്വവും നിയമങ്ങളും വിധികളും, ആ രാജ്യത്തിന്റെ അധികാരിയായവനെയും മഹത്വമുള്ളവനെ നീ തിരിച്ചറിയണം. അതെവിടെ നിന്ന് അറിയണം? ഈ ഭൂമിയിൽ ഇരുന്ന് നിന്റെ ആത്മാവ് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് അനേകർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല. എങ്ങനെയും ജീവിക്കുക, കുറച്ച് കാശുണ്ടാക്കുക, എങ്ങനെയും മക്കളെ ഒരു സെറ്റപ്പ് ആക്കുക, അവരെ ഓരോ സ്ഥാനത്താക്കുക. മകനെ, നീ ചതിക്കപ്പെടല്ലേ. അനേക മാതാപിതാക്കന്മാർ ഇതുപോലെ ചതിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്ന, അവരവരുടെ ആത്മാവിന് വേണ്ടി കരുതാതെ മക്കൾക്ക് വേണ്ടി സ്വന്തം കലങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നീ അവരോടുകൂടെ എല്ലാ കാലവും കാണുവോ? നിത്യതയിൽ നീ അവരെ കാണുവോ? അവരുടെ മരണശേഷം അവരെവിടെ ഇരിക്കുന്നു നീ കിടന്ന് കാണുവോ? അവർക്ക് വേണ്ടത് എന്താണ്? അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം കർത്താവേ എന്ന് പ്രാർത്ഥിക്ക്. അതെന്താ പ്രാർത്ഥിക്കാത്തത് നീ? അത് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അപ്പോൾ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. അത് നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല. സത്യാവസ്ഥ അതല്ലേ? ദൈവം ചില വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ നിനക്കത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ദൈവാത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ നിന്നെ സമർപ്പിക്കാത്തത്. നിന്റെ താല്പര്യം നടക്കത്തില്ല. ഇന്ന് മാനസാന്തരപ്പെടണമേ, മടങ്ങി വരണം ദൈവസന്നിധി. ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ മാനുഷിക നിയമങ്ങളും വിധികളും വെച്ചോണ്ടിരിക്കുന്ന നിന്റെ മനസ്സ് ദൈവസന്നിധിയിലെ ന്യായവിധിയിലേക്ക് വരല്ലേ. ഇന്ന് പകൽ നേരം ഈ അല്പനേരം കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിനു മുമ്പ് നീ സമർപ്പിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, നിത്യതയിൽ നീ എന്തായി തീരും? ഹല്ലേലൂയ.
തിരിച്ചറിയണം, ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അനേകർക്ക് സ്തോത്രം ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാടില്ല. ഹല്ലേലൂയ, വെളിപ്പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ആരുടെയും താല്പര്യം നോക്കില്ല. നമ്മളൊരു പ്രാർത്ഥനയ്ക്കൊത്ത് പോയിരിക്കുമ്പോൾ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള അജണ്ട, കോമൺ അജണ്ട. എപ്പോഴും ഒരു കുടുംബത്തിന് ഒരു അജണ്ട കാണും, ഒരു ചർച്ചിന് ഒരു അജണ്ട കാണും, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് പല അജണ്ടകൾ, ഏതൊരു ഗ്യാതറിങ്ങിനും ഒരു അജണ്ടയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ആ അജണ്ടയിൽ നിൽക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ആ വിഷയത്തിലുള്ള ആലോചന വെളിപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ അജണ്ടയ്ക്ക് വിരുദ്ധമായിരിക്കും. എന്റെ അജണ്ട പലപ്പോഴും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടായിരിക്കും നടക്കുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ടോ? അനേകർക്കത് മനസ്സിലാകുന്നില്ല ഇന്നും. അളവ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഞാനോട് പ്രാർത്ഥനയ്ക്കായിട്ടോ ഒരു വിഷയം പ്രാർത്ഥിക്കാനോ ഞാൻ ആരെയും മുമ്പിൽ ഇരിക്കുന്ന ആരുടെയും തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വചനം നൽകണം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ദൈവത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്നറിയണം. ആ സ്റ്റാൻഡിന്റെ കൂടെ നിന്നേ പറ്റൂ. പക്ഷെ പലരും ചെയ്യുന്ന എന്താണെന്നറിയാം, ദൈവത്തിന്റെ സ്റ്റാൻഡൊന്നും അറിയത്തില്ല. അവിടെ ചില വ്യക്തികളുണ്ട്, അതൊരു പക്ഷെ നിന്റെ ഭർത്താവായിരിക്കും, ഒരുപക്ഷെ നിന്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ നിന്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ സ്തോത്രം സഭയിലെ പാസ്റ്ററായിരിക്കും, സഹവിശ്വാസിയായിരിക്കും, അല്ല കുടുംബക്കാരായിരിക്കും. അവരുടെ അജണ്ട നിവർത്തിക്കാൻ വേണ്ടിയാണ് നീ ഇരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ പ്ലാനിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. നീ പേരുകൊണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ നീ ശത്രുവായിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. അനേകര് ആ വിഷയങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുകയാണ്. കാരണം മറ്റൊരു മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനേകർ അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവന്റെ ആത്മാവിന് വേണ്ടി കരുതാൻ കഴിയുന്നില്ല, മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മളെ കേട്ടൊരു കാര്യം, 3 തരത്തിൽ ലവ് ഉണ്ട്, സ്നേഹം 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അപ്പൊ ചാടിപ്രയ അഗാപ്പെ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം ഇറങ്ങിയപ്പോലല്ലോ. 3 തരത്തിലുള്ള ലവ് ഉണ്ട്, സ്നേഹമുണ്ട്. ഒന്നാമത്തെ ലവ് എന്ന് പറയുന്നത് എന്താണ്? ഈറോസ്. എന്താണ്? ലൈംഗിക വീഴ്ചയിലേക്ക് ഏർപ്പെടുന്നവർ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ ഉണ്ടാകുന്ന സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷനെയാണ് ഈറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തില്. അടുത്തത് ഫിലയോ, അതായത് അപ്പന് മക്കളോട്, മക്കൾക്ക് അപ്പനോട്, സഹോദരങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഫിലയോ, ജ്ഞാനത്തിൽ വരുന്ന ഒരു സ്നേഹമാണ്. അടുത്തതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, നമുക്കെല്ലാം ഫിലയോ ഉണ്ട്. എന്താ? തമ്മിലുള്ള സ്നേഹം, സഹോദരനും സഹോദരിക്കും, മക്കൾക്ക് അപ്പനും അമ്മയപ്പന്മാര് തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ഫിലയോ ഉണ്ട്. പക്ഷെ അഗാപ്പ ഇപ്പോഴും അറിയത്തില്ല. പലരും പ്രസംഗിക്കുന്നത് ഫിലയോ ആണ്, അഗാപ്പയല്ല. അനേകർ ആരാധിക്കുന്നത് ഫിലയോയിലാണ് നിൽക്കുന്നത്, അഗാപ്പയിലല്ല. അനേക പ്രസംഗങ്ങൾ, അനേക ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ ഫിലയോയിൽ മാത്രമേ ഉള്ളൂ, അഗാപ്പയെ വെളിപ്പെടാറില്ല. അഗാപ്പയെ വെളിപ്പെടും. അഗാപ്പയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് പലരും പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മളാ വായിച്ച വാക്യങ്ങളൊന്നും വായിച്ചേ. അവിടെ വായിക്കുന്ന എന്താണ്? എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ആമേൻ. അടുത്ത വാക്യം പോലെ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. അവിടെ നിർത്തിക്കുക. അവിടെ പറയുന്ന അതിന്റെ 18-ാം വാക്യം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. എങ്ങനെ അറിയൂ? നീ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നീ എങ്ങനെ അറിയും? ഒത്തിരി പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ റൂട്ടിലാണെന്നാണ് പലരും മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ നിന്നെ കുറിച്ച് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് നിന്നോട് വെളിപ്പെടുത്തും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കുറിച്ച് വ്യക്തിപരമായുള്ള പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് ദൈവസന്നിധിയിൽ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ പറയാം, അനേകർ അറിഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല, ദൈവസന്നിധി വന്നിട്ടില്ല. എല്ലാവർക്കും ഫിലയോ മതി, അഗാപ്പെ വേണ്ട.
ഹാളയെ ഭൂമിയിൽ ഒരു കുടുംബവും അതിന്റെ സിസ്റ്റത്തിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ പരിധിയും അതിന്റെ മഹത്വം കൊണ്ടിരുന്നവൻ അനേകർ വന്നത് എന്റെ കുടുംബം എങ്ങനെയും കുഴപ്പമില്ല മുമ്പോട്ട്, അത് മതി. കണ്ടോ, അവരുടെ ആ ബലഹീനത ശ്രദ്ധിക്കണം. അത്രയും പരിധി അവർക്ക് എത്താൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറമായിട്ട് സ്വർഗീയ പിതാവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് പിതാവിന്റെ സന്നിധിയിൽ ചോദിച്ചറിയുവാൻ നിങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ ചെവികളെ ദൈവത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിലേക്ക് ചായച്ചിട്ടുണ്ടോ? ആമേൻ. അപ്പോൾ വിളിയാലുള്ള ആശ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ? ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ പിതാവായി ദൈവത്തിന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയത്തുള്ളൂ. ഇന്നും ചിലർക്കൊന്നും അറിയാൻ മേലാതിരിക്കുന്നതിന് കാരണം എന്നാന്നറിയാം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. നിങ്ങൾ ആ കാണപ്പെടുന്ന ഒരു സംഘടനയ്ക്കകത്ത് മെമ്പറാണ്, പക്ഷേ ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടുന്നില്ല ഇതുവരെയും. ചിലരങ്ങനെ ഒത്തിരി പേരുണ്ട്. മടങ്ങി വരണം. എന്താണ് കാരണം? അതിനെല്ലാം കാരണം എന്താണ്? ഇന്ന് നിസ്വന്തം കർത്താവ് നിന്നിൽ പരിജ്ഞാനത്തോടെ ഇടപെടുന്നതിന് നീ മാത്രമാണ് തടസ്സം, വേറെ ആരുമല്ല തടസ്സം. ചിലർ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്ന തടസ്സം സാത്താനാണ്. മകരെ, സാത്താനക്കാലത്തെ പഞ്ചായത്തും കഴിഞ്ഞു പോയി. നീ ഇവിടെ കിടന്നുകൊണ്ട് മൂർഖം പാമ്പ് ചീറ്റുന്ന പോലെ ശാസിച്ചുകൊണ്ടിരിക്കുക. നീ മനസ്സിലാക്കണം, നീ ആ ദൈവത്തെ ഉപേക്ഷിച്ചേക്കുന്നത്. നീ കർത്താവിനെ മാറ്റി നിർത്തിയേക്കുക. എന്നിട്ട് നീ കർത്താവിന് പറയുന്നത് ഇതിനെല്ലാം കാരണം പിശാചെന്ന്. അല്ല മകനെ, നിന്നിലെ പാപ സ്വഭാവമാണ്. ഇന്നും ദൈവത്തിലേക്ക് വരാൻ നീ വിശ്വസിക്കുന്നില്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി വരും. അനേകർ സംഘടന സ്നാനപ്പെട്ട് വന്ന് കയറിയാലോ യേശുവിൽ വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ട്. ആളെ അവർക്ക് ഇന്നും ഇതൊക്കെ ഒരു ചുമടായിട്ടായിരിക്കുന്ന. ചുമട് മാറുന്നപ്പോഴാണെന്നറിയോ? ശ്രദ്ധിക്കണേ, മൂക്കിലെ ശ്വാസം നിന്ന് കഴിയുമ്പോ ആളെ നിന്നെ കൊണ്ടുപോകാൻ ആര് വരും എന്നുള്ളത് അപ്പൊ കാണാം. ആളറിയ ഒരായുസ് മുഴുവനും പ്രാർത്ഥിച്ചു, പ്രസംഗിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരും. നീ കേട്ട് ഗ്രഹിക്കാതെ ഇരുന്നാൽ എന്തായിത്തീരും? ആളുകൾ നമ്മള് അനേകരെ എന്താ പറയാ ആശ്വസിപ്പിക്കുക. സത്യം അറിയാതെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. സത്യം, ദൈവവചനം അനുശാസിക്കുന്ന സത്യങ്ങളുണ്ട്, അതവനെ അറിയുന്നില്ല, മനസ്സ് വെക്കുന്നുമില്ല. എന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, നാളെ നീ ശരിയാകും, നാളെ നീ ശരിയാകും, മറ്റന്നാൾ നീ ശരിയാകും. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇത് തന്നെയാണ് രക്ഷാ ദിവസം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേകരെ സംബന്ധിച്ച് നീട്ടി എറിയുകയാണ്. ഇന്നാണെന്ന് നിങ്ങൾ എന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നോ അപ്പോഴേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്നു. നിങ്ങൾ ഇന്നാണ് എന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടേണ്ടതെന്ന് നിങ്ങൾ കുറിച്ച് അതിനുവേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുന്നില്ല. തുറന്നു വായിച്ചേ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. കണ്ടത്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ആമേ. അടുത്തത് ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം. ഇത് ആരെ കുറിച്ചാ? ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുക, അവന്റെ ബലം നമ്മളിൽ വെളിപ്പെടുത്തുക, അവന്റെ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടുത്തുക, അവന്റെ തേജസ് നമ്മളിൽ വെളിപ്പെടുത്തുക, അവന്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടുത്തുക, പിതാവിന്റെ കരുതൽ നമ്മളിൽ വെളിപ്പെടുത്തുക. ഇതിനാണ് നമ്മളെ കർത്താവ് വേർതിരിച്ചേക്കുന്നത്. ഇത് എപ്പോഴാ വെളിപ്പെടുന്നതെന്നറിയാവോ? ഇത് നമ്മൾ പിതാവിന്റെ എന്റെ മേൽ വിളിയാനുള്ള ആശ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ പല മേഖലകളിലും ഈ പറയപ്പെടുന്ന വചനങ്ങളിലെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അനേകരുടെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങിയ നാള് പോലെ ഒരു മാറ്റമില്ലാതിരിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? സത്യം പറയട്ടെ, അവരിപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നും നിങ്ങളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകത്തിയിരുത്തുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലെ പാപ സ്വഭാവമല്ലേ? ഇന്നും പാപത്തെ ഏറ്റു പറയാൻ റെഡിയല്ല. അനേകരും പാപം ഒരു വില്ലനായിട്ട് കൂടെ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ റെഡിയാകുന്നില്ല. മാത്രമല്ല, മനസ്സാൽ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുറന്ന് വായിച്ചേ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കണ്ടോ? അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വ്യാപാര ശക്തി
അത് വെളിപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇപ്പൊ ഈ ദൈവശക്തി വെളിപ്പെടാത്ത ആർക്കാന്നറിയാവോ? ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവർക്കാ. നമുക്കൊരു ഭാഗം എടുക്കാം, വളരെ സുഹൃതമായൊരു ഭാഗമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു കഥാപാത്രമുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായം. ദൈവവചനം പഠിക്കുന്നവർക്കെല്ലാം 5-ാം അധ്യായം കാണാപ്പാടമാണ്. കാരണം അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അവളുടെ പേരെന്താണ്? ശമരിയക്കാരി സ്ത്രീ, അല്ലേ? ശമരിയക്കാരി സ്ത്രീ അവിടെ കടന്നു വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തന്റെ ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളേണ്ടതിന് പട്ടണത്തിലേക്കോ മറ്റ് ഗ്രാമങ്ങളിലേക്കോ പോയപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ശമരിയയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് വെള്ളം കോരുവാനായിട്ട് വന്നു. എനിക്കതിന്റെ ജോഗ്രഫിയോ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാനതൊന്നും നോക്കുന്നില്ല ഇനിയിപ്പം. ആമേൻ, സ്തോത്രം. എന്നാൽ അതൊക്കെ പഠിക്കണം, അതൊക്കെ നോക്കാൻ വേറെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്ത തിരിയുന്നില്ല. എന്നാൽ സ്തോത്രം, നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലോ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവം എങ്ങനെയാണ്, ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം ഇടപെട്ട് അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നത്? എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ് ഞാനിത് വായിച്ചു വന്നപ്പോൾ. നമ്മളവിടെ നോക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ നമുക്കൊന്ന് സ്തോത്രം അത് നമുക്കൊന്നെടുത്ത് വായിച്ചാലോ? 4-ാം അധ്യായം അല്ലേ? 5-ാം അധ്യായം അല്ലേ? 4-ാം അധ്യായം അല്ലേ? 4-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. സ്തോത്രം. അവിടെ സ്തോത്രം, നമുക്ക് അതിന്റെ 5 മുതൽ നമുക്ക് പറയാം. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അടുത്തത് അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം, വേറെ ആരുമില്ല. ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, ദൈവം ഇടപെടുന്നു. ശ്രദ്ധിക്കണം, കർത്താവ് ആരംഭിക്കുന്ന എങ്ങനെയാണെന്ന്, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കുന്നോ? ശ്രദ്ധിച്ചോ? ഇങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. അല്ലാതെ നമ്മൾ ആദ്യമല്ല, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് വരെയും അവിടെ ശാന്തമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ശമരിയക്കാരി എന്നും വന്ന് വെള്ളം കോരി പോകുന്ന ഒരു പ്രശ്നവുമില്ല. അതുവരെ കാണാത്ത ഒരു അസാധാരണമായൊരു പ്രശ്നം ഇപ്പോ കിണറിന്റെ കരയിലുണ്ട്. എന്താ? ഒരു യഹൂദൻ വെള്ളം കുടിക്കാൻ വന്ന് നിൽക്കുക. ഒരു കാരണം വെച്ചാൽ അവരുടെ സമ്പർക്കമില്ല, വെള്ളം കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ എനിക്ക് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ലാത്ത വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോൾ എനിക്ക് ബാധകമല്ലാത്ത വിഷയങ്ങൾ എന്റെ വിഷയമായി കടന്നു വരാൻ ദൈവം ഇടവരുത്തും. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ആരംഭിക്കുന്ന അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും ദൈവത്തിന്റെ ഇടപെടൽ ആരംഭിക്കുന്നത്. വായിച്ചേ. അടുത്തത് എത്തി. അവിടെ യാക്കോബിന് ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരം. അടുത്തത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, അവിടെ നിന്ന് അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനം കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഇപ്പൊ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ചരിത്രം ഇവിടെ എഴുതുമ്പോൾ ഈ ശിഷ്യന്മാർ ഒരുപക്ഷെ ഈ സംഭാഷണത്തിലേക്ക് വന്നാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഒരുപക്ഷെ നടക്കാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? കാരണം തന്നെ അത് ഡൈവേർട്ട് ചെയ്തു. അവിടെ അവൾ ചോദിക്കുന്ന കാര്യം, ഇനി ചോദിക്കാൻ പോകുന്ന കാര്യം
യഹൂദന്മാർക്ക് ശമര്യരുമായിട്ട് ബന്ധമില്ല. പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്ന? വന്ന് നിൽക്കുന്നവരല്ലേ യഹൂദന്മാര്. അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് ശിഷ്യന്മാർ എന്നാ പറയും? എന്റെ ഭാഷ പറയും, നമ്മൾ അല്പ ദൂരം കൂടെ നടക്ക്, നമ്മൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ അതിൽ നിന്ന് ഒഴുകി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ എന്താ പറയുന്നത്, ആ ഡീൽ അവിടെ നടക്കാതെ പോകും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ മേലുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്താൻ പദ്ധതി ഇടുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരെയൊക്കെ ദൈവം മാറ്റിക്കളയും. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ അടുക്കൽ, കർത്താവേ ദൂതന്മാരെ അയച്ചതുപോലെ എനിക്ക് സമാധാനത്തിനായിട്ട് എന്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ട് ചിലരെ നിർത്തണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രാർത്ഥിക്കുന്നത് മയങ്ങുന്ന കുറെ പേര്, അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ പ്രാർത്ഥിച്ചവരൊന്നും നമ്മുടെ കൂടെ കാണാതെ ഇരിക്കണം. നമ്മൾക്ക് കൃത്യമായ ഗൈഡൻസ് തരുന്നവർ നമ്മുടെ കൂടെ വരാതിരിക്കണം. അപ്പോൾ എപ്പോഴാ ദൈവം ഇടപെടുന്നതെന്ന് മനസ്സിലായോ? ചിലർ നമ്മുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുന്നതിന് കാരണം മനസ്സിലായോ? അത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. കാര്യം ചിലര് ആഗ്രഹിച്ച് ഈ ദിവസങ്ങൾ എന്റെ കൂടെ അവര് കഴിയും. അപ്പോൾ കാര്യത്തിൽ തീരുമാനം, അവര് കഴിയുന്നില്ല, വരുന്നില്ല, വഴിയെ റൂട്ടും അങ്ങോട്ട് ക്യാൻസൽ ആയി പോയി. ഇന്ന വ്യക്തിയെ വിളിച്ച് ഇന്ന ദിവസം കാണുവോ? കാണത്തില്ല, അവർക്കന്ന് മറ്റൊരു കാര്യം നടക്കത്തില്ല. അപ്പൊ ഞാൻ തന്നെ പോണോ? അല്ലെ, പോകണം. എന്തുകൊണ്ടാണ് നീ തന്നെ പോകേണ്ടി വരുന്നത്? നീ തന്നെ പോകേണ്ടതായിട്ട് വരും, തന്നെ പോകേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കേണ്ട രക്ഷ, ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ളവർക്ക് കിട്ടുന്ന കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. കിട്ടിയോ? നിനക്ക് ഇതുവരെ വ്യക്തിപരമായി ദൈവമായിട്ടൊരു ബന്ധമില്ല. നീ ആരുടെയെങ്കിലും സഹോദരം ഹല്ലേലൂയ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ കേട്ട് ഗ്രഹിച്ചു പോകാൻ വേണ്ടി ഇരുന്നാൽ ഒരിക്കലും ദൈവരാജ്യം നീ കാണത്തില്ല, സ്വർഗരാജ്യം കാണത്തില്ല. അപ്പോൾ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ ശമരിയക്കാരിയും കർത്താവുമായിട്ട് മാത്രം കാണുന്ന ഒരു രംഗത്തിലേക്ക് അവിടെ എത്തണം. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശിഷ്യന്മാര് കൂടെ ഇല്ല. കാരണം എന്നാ? അവരുണ്ടെങ്കിൽ ഈ ഡയലോഗുകൾ മാറും, ഇതിന്റെ ആ റൂട്ട് മാറിപ്പോ. അപ്പൊ നിന്റെ അനുഗ്രഹത്തിന് തടസ്സം ശിഷ്യന്മാരാണെങ്കിൽ ശിഷ്യന്മാരെ മാറ്റും. ദൈവം നേരിട്ടിറങ്ങി വരുന്ന ചില രംഗങ്ങളുണ്ട് ജീവിതത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവസന്നിധി തന്നെ എന്ന് ദൈവാലോചന അറിയുന്ന ചില രംഗങ്ങൾ അടുത്തു വരാൻ പോവുകയാണ്. വായിച്ചേ. ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, ശമരിയക്കാരും യഹൂദന്മാരുടെ ഇടയിൽ അവരാലല്ലാതെ ഉയർന്നിരിക്കുന്ന വലിയൊരു മതിലുണ്ട്. ഈ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. മനസ്സിലാക്കുക, അത് കാണപ്പെടുന്ന ഒരു മതിലല്ല, അതൊരു ഇൻവിസിബിൾ വാളാണത്. അങ്ങനെ കാണപ്പെടാത്തൊരു മതിൽ അവിടെയുണ്ട്. കാര്യം സംസർഗമില്ല, പല കാരണം കൊണ്ട് സംസർഗമില്ല. വർഷങ്ങൾക്കല്ല, കാലങ്ങൾക്ക് മുമ്പേ സംസർഗം നഷ്ടപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ സംസർഗം പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് തന്നെ ആരംഭിക്കും കേട്ടോ. ഒരു മാറ്റം വേണ്ട, കർത്താവ് തന്നെ ആരംഭിക്കും. കർത്താവ് ഇനി ഇടപെടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇനി ഇടപെടാൻ കാര്യം നടക്കാനാ ദൈവം ഇനി ഇടപെടുന്നത്. കാര്യങ്ങൾക്ക് പരിഹാരം വരാനാ കർത്താവ് ഇനി ഇറങ്ങി വരാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വായിച്ചേ. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ ഇടപെടലിന്റെ രണ്ടാം ഫേസിലേക്ക് കടക്കുക. ഒന്നാമത്തെ ഫേസ്, നമുക്ക് സമ്പർക്കമില്ല, ഒരു കാര്യത്തിന് നീ വെള്ളം പ്രതീക്ഷിക്കണ്ട, അല്ലെ ചോദിക്കേണ്ട, ഞാൻ നിനക്ക് തരത്തില്ല. അങ്ങനത്തെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അടുത്ത രംഗം കേൾക്കണം. അപ്പൊ അടുത്ത വിഷയം എന്നാ പറയുക? കിണറാ വിഷയം. കിണറാ വിഷയം, വെള്ളമാണ് വിഷയം. ശ്രദ്ധിക്കണം കേട്ടോ, പരിശുദ്ധാത്മാവ് എന്താണെന്ന് നീ അറിയാൻ തുടങ്ങാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണെന്ന് നീ അറിയാൻ തുടങ്ങാൻ പോവാ. നീ ഇതുവരെ അകലം വിട്ട് നിന്നാ പോകുന്നു മുമ്പോട്ട്, അല്ലെ? അകലം വിട്ട്, ദൂരം വിട്ട് നിന്ന കാര്യങ്ങൾ മുമ്പോട്ട് പോകും, നീ അടുത്ത് വരുന്നില്ല. മനസ്സിലാക്കണം, നീ ഇപ്പൊ തൽക്കാലം ചെയ്യുന്ന എന്നാന്നറിയാം, അടുത്ത് വരുന്നവരോടൊക്കെ ചെറിയ ട്രാക്ട് ഒക്കെ കൊടുത്ത് ചെറിയ സുവിശേഷമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുക. മഷിക വരും കേട്ടോ, നമ്മള് ഇനി ദൈവത്തെ ആരാകുന്ന യെരൂശലേമിലേക്ക് പോകേണ്ടതിനൊക്കെ ആണെങ്കിലും സ്വതന്ത്രം മഷിക ഉണ്ട്, അബ്രഹാം നമുക്കത് കുട്ടിത്തന്ന ഇതൊക്കെ ഇടും. ഇതിനൊക്കെ അനുഭവമില്ലാത്ത പ്രസംഗങ്ങളാണ് വരുന്നത്. കാരണം അനുഭവം ഇല്ല. ശ്രദ്ധിക്കണം, അനേകരുടെ പ്രസംഗം അനുഭവം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ദൈവം അനുഭവം ഉള്ളതാക്കി തീർക്കും.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. എന്റെ ഹൃദയത്തിൽ ഇടപെട്ട് ഈ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അത് വെറുതെ പ്രകാശിക്കില്ല. നിന്റെ ഹൃദയദൃഷ്ടി അടഞ്ഞതിന് കാരണം മനസ്സിലാക്കിയാലേ തുറന്നിട്ട് കാര്യമുള്ളൂ. ആദ്യം കർത്താവ് പരിഹാരം വരുത്തിയിട്ടാണ് കണ്ണുകൾ തുറപ്പിക്കുന്നത്. ഇനി ഇത് അടയാൻ പാടില്ല. മനസ്സിലാവും? ഇനി ദൈവം ചിലത് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് അത് അടയരുത്. അതിനാണ് കർത്താവ് തുറക്കുന്നത്. ശ്രദ്ധിക്കണം, നമുക്കൊരു വഴി ദൈവം തുറക്കുന്നതിന് മുമ്പ് അത് അടഞ്ഞു പോകാതെ ദൈവം തുറന്നു വെച്ചിരിക്കും. അത് ഒരു കാരണം വെച്ചാൽ അടയരുത്. അങ്ങനെ ഒരു പ്ലാൻ മുന്നമേ കണ്ടിട്ടാണെന്ന് ഓർക്കണം കർത്താവ് ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറുതെ ഒന്നും കർത്താവ് ചെയ്യത്തില്ല. വായിച്ചേ. സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാഹിച്ചു വന്ന് വഴിയാത്രയിൽ ഇരുന്ന കർത്താവായ യേശു ക്രിസ്തു ആ നേരം വരെയും വെള്ളത്തെ കുറിച്ച് പറഞ്ഞു. തനിക്ക് ദാഹിക്കുന്നെങ്കിലും തന്റെ ദാഹത്തെക്കാൾ അധികമായി വരുന്നവളുടെ ദാഹം തീരണം. അവൾക്ക് തൃപ്തി വരുത്തുന്ന ഈ കിണറിൽ നിന്ന് അവൾ പ്രാപിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മാറി അവൾ പ്രാപിക്കേണ്ട വെള്ളം, അവളുടെ ഗോത്രത്തിന് തന്നെ വിടുതൽ വരുന്ന ഒരു വെള്ളം എന്നിൽ നിന്ന് പുറപ്പെടുവാനുണ്ട്. അത് അവൾക്ക് തൃപ്തി വരികയും അവളത് പ്രാപിക്കുകയും കുടിക്കുകയും ചെയ്തേ മതിയാകത്തുള്ളൂ. അതിന്റെ മുമ്പിൽ എന്റെ ദാഹം ഒരു വിഷയമല്ലെന്ന് കർത്താവ് വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് വായിച്ചേ. നമ്മുടെ പിതാവായ കണ്ടോ? ആ ഒറ്റ പോയിന്റ് വന്നപ്പോഴത്തേനും സമ്പർക്കമില്ലെന്ന് കണ്ട് അകറ്റി നിർത്തിയിരിക്കുന്ന അവളുടെ വായിലൂടെ തന്നെ അടുത്ത ഒരു പദം പറഞ്ഞപ്പോൾ ദൂരെ ഇരുന്ന കർത്താവിനെ അടുപ്പിച്ചു കൊണ്ടുവരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. ഇതുവരെ ഹൃദയത്തിൽ പ്രകാശിക്കാത്തവരുടെ കാര്യത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോൾ നിന്റെ വായിലെ പ്രാർത്ഥനകൾ എഴുന്നേൽക്കും. നിന്നെ ദൈവകൃപ ബലപ്പെടുവാൻ, നിന്റെ കണ്ണ് പ്രകാശിക്കുവാനുള്ള പ്രാർത്ഥന നിന്റെ വായിൽ നിന്ന് തന്നെ ദൈവം തുറപ്പിക്കും. ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇതുവരെ ദൈവത്തെ കണ്ടതുപോലെയല്ല. നീ കാണാത്ത ലെവലിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ തിരിക്കാൻ പോവുകയാണ്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വായിച്ചേ. കാരണം നമ്മുടെ പിതാവ്, അതുവരെ നീ ഞാൻ, ഇവിടെ നമ്മളായി, ഇതുവരെ നമ്മളായില്ല. ശ്രദ്ധിക്കണം, പല വിഷയം കൊണ്ടും ദാഹം കൊണ്ടും കിണർ കൊണ്ടൊക്കെ ഒരിക്കലും ഐക്യത വെളിപ്പെടുത്തില്ല. മനസ്സിലാക്കണം, ആത്മാവിന്റെ ഐക്യത നഷ്ടപ്പെട്ടു പോയിട്ട് കാലം കുറയായി. എന്നാൽ മനസ്സിലാക്കണം, ആത്മാവിന്റെ ഐക്യത പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ആദ്യം നമ്മൾ ഒന്നാണെന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നിന്റെ ജീവിതത്തെ തിരിക്കാൻ ദൈവത്തിന് ശമര്യക്കാരുടെ ജീവിതത്തിന് മേൽ അധികാരമുള്ളതുപോലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. വായിച്ചാട്ടെ. നീ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇതുവരെ ചോദ്യങ്ങളില്ല. ശ്രദ്ധിച്ചേ, ഇതുവരെ എങ്ങനെയാണെന്നറിയാവോ? ചെല്ലുന്നു, കോരുന്നു, നിറയ്ക്കുന്നു, തിരിച്ചു പോരുന്നു. പിറ്റേ ദിവസം വരുന്നു, ചെല്ലുന്നു, കോരുന്നു, നിറയ്ക്കുന്നു, തിരിച്ചു വരുന്നു. അവിടെ ചോദ്യങ്ങളില്ല. ഇതുവരെ ആ കിണറിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ചോദ്യവും തർക്കവും സംഭാഷണവും ഉണ്ടായിട്ടില്ല. നിന്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. ഇതുവരെ ആത്മീയ വിഷയം സംബന്ധിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് സംസാരം ഉണ്ടായിട്ടില്ല, ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല. അപ്പൊ ദൈവം ഇറങ്ങി വന്ന എന്ത് സംഭവിക്കും? പറഞ്ഞേ, എന്ത് സംഭവിക്കും? അവിടെ ചോദ്യങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ഈ മനസ്സിലാക്കണം, അതുവരെ വെറുതെ വന്ന് വെള്ളം കോരി വീട്ടുകാരെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവന് മനസ്സിലാകാത്ത കാര്യം ഈ വെള്ളത്തിന്റെ ഉറവിടം എന്തെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കണം, ദൈവം ഇടപെടുമ്പോൾ നിനക്ക് ദാഹം ഉണ്ടെങ്കിൽ നിന്റെ ദാഹത്തിന് ശമനം തരുവാനാണ് കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത്. ആമേൻ. ആത്മീയ വിഷയം സംബന്ധിച്ച് ഒരു ശമനം വരണം. ആമേൻ. അയച്ചാട്ടെ. അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്, അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നീ രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നറിയാവോ? ഇപ്പൊ രക്ഷപ്പെടുന്ന അബ്രഹാമിന്റെ പേര് പറഞ്ഞോണ്ടാ. നീ അബ്രഹാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കുറെ നാളായി. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നീ രക്ഷപ്പെടുന്നത് ആരുടെ പേര് പറഞ്ഞാണോ അവരെ പിടിച്ചോണ്ട് അടുത്ത സന്ദർശനം വരുന്നത്. ഹല്ലേലൂയ.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിനക്ക് ഇതുവരെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഇന്നും പകനേരം പരിശുദ്ധാത്മാവ് ചിലരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ്. ചിലരുടെ കാര്യത്തിൽ കർത്താവ് ആരംഭിക്കാൻ പോവുകയാണ്. ചിലരെ ആഗ്രഹിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ മതി, കൂടുതൽ വ്യത്യാസമൊന്നും വരണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. വർഷം കുറെ നാളായില്ലേ ഈ കിണറിന്റെ കരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു ജാതി നശിച്ചു പോകുമെന്ന് നിനക്ക് എന്തേ ബോധമില്ലാത്തത്? നിനക്ക് ബോധ്യം വരണം, നിന്റെ കണ്ണു തുറക്കണം. അത് നിന്നെ വിചാരിച്ചിട്ട് മാത്രമല്ല, നീ സാക്ഷ്യം പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുവാൻ ഒരു കൂട്ടർ അപ്പുറം ഇരിപ്പുണ്ട്. അവർ ഇരുട്ടിലാണ്. നീ നിമിത്തം അനേകരുടെ കണ്ണ് കാണുവാനുണ്ട്, അനേകർ കാഴ്ച പ്രാപിക്കാനുണ്ട്. പക്ഷെ നീ ഇവിടെ അനങ്ങുന്നില്ല. പക്ഷെ ദൈവത്തിന് തന്റെ പ്രവൃത്തി വിടാൻ പറ്റുമോ? പറ്റത്തില്ല. ശ്രദ്ധിച്ച അടുത്ത ഭാഗം വായിച്ചേ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം, നീ ഒരു ആത്മാവിലാ നടക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കണേ ശമരിയക്കാരി, നീ ഒരു ആത്മാവിലാ നടക്കുന്നത്. നീ പ്രസംഗിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സങ്കീർത്തന പ്രബോധനമൊക്കെ നടത്തുന്നുണ്ട്. നീ ഒരു ആത്മാവിലാ നടക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്ന, എന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടാൽ നിനക്കൊരു നാളും വിശക്കിയില്ല. ആ ദാഹം മാറിയ നിത്യജീവനിലേക്ക് പൊന്തി വരുന്നതായി തീരും. അപ്പൊ നീ ഇതുവരെ ഏത് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് പ്രയോജനമില്ലാത്ത വെള്ളമാണ് നിന്റെ കയ്യിലുള്ളത്. മനസ്സിലായതോ? ദൈവനാമത്തിന് പ്രയോജനമില്ലാത്ത വെള്ളം നിന്റെ കയ്യിലുണ്ട്. ദൈവവേലയ്ക്ക് കർത്താവിന്റെ നാമത്തിന് ഗുണമില്ലാത്ത വെള്ളം നിന്റെ കയ്യിലിരിപ്പുണ്ട്. ആ വെള്ളവുമായിട്ട് കർത്താവിനെ കാണാനിരിക്കുന്നെങ്കിൽ പണി കിട്ടും കേട്ടോ. പണി കിട്ടും. നീ ഈ വെള്ളം കൈ വെച്ചോണ്ട് ശ്രദ്ധിക്കണേ. ഈ ശമരിയക്കാരിയോട് ദൈവം ഇടപെടുമ്പോ ശമരിയക്കാരുടെ മനസ്സെന്നാന്നറിയാവോ? ഇവനും വെള്ളത്തെ കുറിച്ചാ പറയുന്നത്, ഞാനും വെള്ളത്തെ കുറിച്ചാ പറയുന്നത്. എനിക്ക് ദാഹമുണ്ട്, ഇവനും ദാഹമുണ്ട്. എനിക്ക് ദാഹം പോകും കേട്ടോ, ഞാൻ വെള്ളം കുടിക്കുമ്പോ ദാഹം പോകും. പക്ഷേ കർത്താവേ, നീ പറയുന്നത് കേൾക്കാൻ വന്നവനല്ല. നീ ഇതുവരെ ചിന്തിച്ചു വെച്ചിരുന്ന എന്നാന്നറിയാവോ? നീ പറയുന്ന ആശയങ്ങളെല്ലാം ചെവിയും അല്ലെങ്കിൽ വായും പൂട്ടി കേൾക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആമേൻ. ശ്രദ്ധിക്കണേ. ഇത് ശ്രദ്ധിച്ചേ. ഇവിടെ കണ്ണ് തുറന്നിരുന്നു, കണ്ണ് ശരിക്കും തുറന്നിരുന്നു. വെള്ളിടി വെട്ടുന്ന പോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കയറി വരുമ്പോഴേ അറിയുള്ളൂ. ഹാലലൂയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ദുരന്തം വരുന്നത് ചിലരോടൊന്നും പറയാൻ പറ്റില്ല. ചിലർ ചിന്തിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ വലിയൊരു അനർത്ഥം വരുന്നുണ്ട്, അതിനെ കുറിച്ചാ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും ശിശുക്കളായി പോയല്ലോ. ശിശുക്കൾ, ആത്മീകത്തിൽ ശിശുക്കളായി കിടക്കുന്നവരുണ്ട്. ആമൻ. അതിൽ നിന്നും മാറണം, ശ്രദ്ധിക്കണം. ഇവിടെ ശമരിയക്കാരി അവളുടെ കയ്യിലെ കുടത്തിലെ വെള്ളവും കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് അതല്ല പറയാനുള്ളത്. നീ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അല്ല കർത്താവിന് വെളിപ്പെടുത്താനുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശമരിയക്കാരുടെ കാര്യം പറയുന്നത്. ഇതുവരെ ദൈവമായിട്ട് ബന്ധമില്ലാതെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ശമരിയക്കാരുടെ പുള്ളിക്കാരി കൃത്യം പഞ്ചല, ഭയങ്കര കൃത്യനിഷ്ഠയാ. നിങ്ങൾ സമയം കണ്ടോ? കൃത്യമായിട്ട് ഞാനിവിടെ കോരുന്നു. അബ്രഹാമിന് കൃത്യമായിട്ട് ഭയങ്കര കൃത്യനിഷ്ഠ. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്ന വെള്ളം ഇതല്ലെന്നേ. നീ കൃത്യനിഷ്ഠതയോടെ കോരുന്നതൊന്നും ദൈവനാമത്തിന് പ്രയോജനപ്പെടാത്തതാണെങ്കിലോ അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവം ഒരുവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവം ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇടപെടുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ദൈവം ഉപയോഗിക്കുന്ന ഉപാധി എന്ന് അവർക്ക് ഒരു വിധത്തിലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവളും വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്, കർത്താവും വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവളുടെ വെള്ളത്തിന്റെ ഡെഫിനിഷൻ അബ്രഹാം നിമിത്തം വന്നത്, യാക്കോബിന്റെ കിണറ്, ഇത് മാത്രം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്ന വെള്ളം കുടിച്ച നിനക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. മനസ്സിലാക്കണം. അവളിൽ ദൈവം കണ്ടു ഒരു കിണറിനെ, അവളിൽ ദൈവം കണ്ടു വെള്ളത്തിനായുള്ളൊരു ദാഹത്തെ. അതിന് പരിഹാരം വരുത്തുവാനാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്.
അപ്പോൾ നമ്മളിൽ മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ദാഹങ്ങളെ പരിഹരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിൽ മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ദാഹവും വിശപ്പും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് പരിഹാരം തരിക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചത് നമ്മൾ ഇന്ന് വായിച്ച എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് വിഷയം അത് തന്നെയാണ്. എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? വെളിപ്പാട് ലഭിച്ചവർക്ക്, പരിജ്ഞാനം ലഭിച്ചവർക്ക്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, നിസാര വ്യക്തികൾക്ക് വേണ്ടിയല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ശമര്യക്കാരെ രക്ഷിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഇവളെ പിടിച്ചാൽ തന്നെ അറിയാം ഇവളിൽ നിന്ന് ഒഴുകി വരുന്നത് അബ്രഹാം മുതൽ നീണ്ടു നിരയായി കിടക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവൾ ആര്? ശമര്യക്കാരി സ്ത്രീ. വെറുതെ ഒരുത്തിയല്ല ഈ വേലക്ക് ഇറക്കുന്നത്, വെറുതെ ആരെ കൊണ്ടുവരത്തില്ല കേട്ടോ. ആരെ വേണമെങ്കിലും പരീക്ഷിച്ചോ. അവർ നിന്ന മാർഗത്തിൽ കർത്താവിന് വേണ്ടി എരിവോടുകൂടെ നിന്ന പലരെ ദൈവം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോഴും സ്തോത്രം, അങ്ങ് ഒരു കാലത്ത് അജ്ഞതയിൽ, അന്ധകാരത്തിൽ, ഇരുട്ടിൽ കിടന്ന് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഗ്രാഹ്യമില്ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്തെടുക്കുന്ന ശുശ്രൂഷ ഈ വിധത്തിൽ തന്നെയാണ്. അപ്പോൾ ശമര്യക്കാര് രക്ഷിക്കപ്പെട്ടാൽ ശമരിയ ദേശം രക്ഷിക്കപ്പെടും. അത് ദൈവത്തിന് അറിയാം. അപ്പോൾ പക്ഷേ ഇവളിൽ ശരിയാക്കാൻ ഒത്തിരി ഉണ്ട്. ഇവൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളും സാക്ഷ്യം പറച്ചിലും പ്രാർത്ഥന കൊണ്ടൊന്നും ശമരിയിൽ ഒരുത്തനെ പോലും അനക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തതെന്നറിയാവോ? ശമരിയെ ഇളക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇളക്കുവാൻ പ്രാപ്തിയുള്ളവൾ അവരിൽ നിന്ന് പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം രഹസ്യമായിട്ട് ഇടപെടുന്നതെന്നറിയാവോ? ഒരു കാരണമേ ഉള്ളൂ. രഹസ്യമായി ഈ വ്യക്തി രക്ഷിക്കപ്പെട്ട രൂപാന്തരം പ്രാപിച്ചവളായി മടങ്ങി ചെല്ലണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. എനിക്കെന്റെ ചരിത്രം അറിയത്തില്ലെങ്കിലും വായിച്ചതിന് വെളിച്ചത്തിന്റെ കാര്യം പറയാം. ഇവളെന്നും കൃത്യമായിട്ട് ദേശത്തിൽ നിന്ന് വന്ന് യാക്കോബിന്റെ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഇവള് റെഗുലറായിട്ട് പോയി വരുമ്പോഴെല്ലാം പറയുന്നത് എന്തായിരിക്കും? ഓ, ഇവളറിയാം ഇപ്പൊ ഇവൾ എത്രാമത്തെ കെട്ടിയവന്റെ കൂടെ ഇവള് ജീവിക്കുന്നത്. ഇപ്പോഴും പഴയ പരിപാടി ഉണ്ടോ ആവോ ചോദിച്ചാൽ ഭയങ്കര ബൈബിൾ വാക്യങ്ങളാ പറയുന്നത്. ഇവളാണ് എവിടുന്ന് ഇറങ്ങി വന്നത്? ശമരിയിൽ നിന്ന് വന്നത്. ഇത് ഇന്നും കേട്ടിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഇവള് വചനം എടുക്കുന്നതൊന്നും ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. പിന്നെ എന്താ? ഇവളുടെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടിയാണ്. അനേകർക്ക് ഈ പ്രശ്നമുണ്ട്. അനേകർ ബൈബിൾ എടുക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അനേകർ ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെയും അവരുടെ പിന്നിൽ അവരുടെ പാപത്തെ മറയ്ക്കുന്നവരുണ്ട്. നീ എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവം ഒന്ന് പകൽ നേരം ഇറങ്ങി വന്നിരിക്കുന്നത്? നീ മറച്ചു വെച്ചിരിക്കുന്ന പാപത്തിന് പരിഹാരം വന്നേ മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ ഇടപെടലിന് നീ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചേ. സ്ത്രീ അവനോട് യജമാനന്, ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നീ ഞാനൊന്നുമല്ല, ഇപ്പൊ യജമാനനായി. ശ്രദ്ധിക്കണം, സാഹചര്യം അനുസരിച്ച് ടോൺ മാറ്റുന്നവരുണ്ട്. സാഹചര്യം അനുസരിച്ച് നിന്റെ സ്റ്റേജ് മാറ്റുന്നവരുണ്ട് ചിലര്. അല്ലേ? ഇന്ന് ഇങ്ങനെ നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചേക്കാം. ഇന്ന കാര്യങ്ങൾക്ക് ഈ വിധത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിലൊക്കെ നിന്നോട് കൂടെ ഇടപഴകിയേക്കാം. അങ്ങനെ ഓരോ വിധത്തിലും സ്വഭാവം മാറ്റുന്നവരുണ്ട്. നിന്റെ സ്ഥിരതയില്ലാത്ത സ്വഭാവത്തിന് ദൈവം പരിഹാരം വരുത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാതെ പോയെന്ന് അറിയാവോ? സ്ഥിരതയില്ലാത്ത സ്വഭാവത്തിന് ഉടമയാണ് ഈ വ്യക്തി. ആ വ്യക്തി ദൈവത്തിന്റെ പ്രവൃത്തി കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ആമേൻ. വായിച്ചേ ആ ഭാഗം വായിച്ചേ. സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ ശമര്യക്കാരി. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എപ്പോഴാ യേശുവിനെ കണ്ടത്? ഞാനിവിടെ വെള്ളം കോരാൻ വന്നപ്പോൾ. അപ്പൊ നീ എന്തുകൊണ്ടാ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത്? ഒരു ചോദ്യം അല്ലേ?
നീ എവിടെ വെച്ചാ മശികനെ കണ്ടെത്തിയത്? കിണറിന്റെ കരയിൽ വെച്ച്. ഏത് കിണറിന്റെ? യാക്കോബ് കുത്തിയ കിണറിന്റെ അരികിൽ വെച്ചാണ് ഇത് കണ്ടത്. അപ്പോൾ നീ എന്താ അപേക്ഷിക്കുന്നത്? ഞാൻ ഇനി ഇവിടെ വരരുത്, നീ അനുഗ്രഹിച്ചിട്ട് ഞാൻ ഇനി ഇവിടെ വരരുത്, നീ പ്രവർത്തിച്ചിട്ട് ഞാൻ ഇനി ഇവിടെ വരരുത്. അതിന് എന്നാ വേണം? ഈ വെള്ളമൊക്കെ എന്റെ വീട്ടിൽ കെട്ടണം, സപ്ലൈ വീട്ടിലാക്കണം. നിന്റെ വീട്ടിൽ സപ്ലൈ തരാൻ ദൈവത്തിന് താല്പര്യമാണ്. പക്ഷേ നീ ദേശത്ത് വെച്ച് നോക്കിയാ നിന്റെ വീട്ടിൽ സപ്ലൈ തരാൻ കൊള്ളാവോ? 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 കർത്താവിനോട് ചോദിച്ചതന്നെ ഞാൻ ഇവിടം വരെ. ആ ഭാഗം കൂടെ വായിച്ചേ. സ്ത്രീ അവനോട് യജമാനനെ കണ്ടോ, നിനക്ക് ദാഹിക്കാതെ ഇരിക്കണം അല്ലേ? ശ്രദ്ധിക്കണം, നിനക്ക് ദാഹിക്കാതിരിക്കണം. ആവശ്യങ്ങൾ എനിക്ക് ദാഹിക്കാതെ ഇരിക്കണം. ഭയങ്കര നിറവും ശക്തിയും വേണം. ഓക്കെ, തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ആരാ? നീ ആരാണ്? നീ എന്ന വ്യക്തി ആരാണ്? നിന്നെ നമുക്കൊന്ന് പരിശോധിച്ചാലോ? നിനക്ക് തരാം, നിനക്ക് ആത്മനിറവ് തരാം. നീ ഇവിടെ വരാതെ വേണം, നിന്റെ വീട്ടിൽ തന്നെ അതിനുള്ള സപ്ലൈ ഒരുക്കി തരാം. പക്ഷെ നീ ആരാണ്? അത് നീ അന്വേഷിക്കരുത്. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിച്ചതല്ലേ എനിക്ക് കിട്ടണം. ശ്രദ്ധിച്ചേ സ്വഭാവം. ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് കിട്ടണം, പക്ഷെ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പാടില്ല. ഇന്ന് അനേകര് പ്രാർത്ഥിക്കാൻ വരുന്നത് ഇങ്ങനെയാണ്. അനേകര് പ്രാർത്ഥിക്കാൻ വരുന്നത് ഇങ്ങനെയാ. ഞാൻ ആരാണെന്നും എന്താണെന്ന് നീ അറിയരുത്, ഞാൻ ഇത് ചോദിക്കുന്നത് എനിക്ക് കിട്ടണം. അല്ലേ? എന്താണ് അവിടെ വായിക്കുക? ശബരിയക്കാരി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടത്തെയൊക്കെ പല മീറ്റിങ്ങുകളിലൂടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വായിച്ചേ. സ്ത്രീ അവനോട് യജമാനനെ കണ്ടോ, മൂക്കറയിടുന്ന പോലെ ആ ചിലരുടെയൊക്കെ സൗണ്ട് ഒക്കെ എടുക്കുമ്പോ എന്തോ വലിയ ദുരന്തമാണ് സംഭവം. 3-4 ഭർത്താക്കന്മാരെ വിട്ടിട്ട് ഇപ്പൊ നിൽക്കുന്ന ടീമാണ്. 3-4 ഭർത്താക്കന്മാരെയൊക്കെ വിട്ട ടീമാ പ്രാർത്ഥിക്കാൻ വന്നേക്കുക. അത് കേൾക്കുമ്പോൾ അതോ പിശാച് കൊരവള്ളിക്ക് പിടിച്ച അല്ല, ഇവളുടെ ദൂർനടപ്പ് കാരണം പിശാച് കയറി കൊരവള്ളിക്ക് പിടിച്ചേക്കുക. അതാണ് യാഥാർത്ഥ്യം ഇല്ലേ? കർത്താവിനോട് അപ്പൊ തിരിച്ചു നമുക്ക് വേണേൽ ചോദിക്കാം, അപ്പോ എടാ അബ്രഹാമിന്റെ കിണറും സമ്പർക്കമില്ലെന്നൊക്കെ പറഞ്ഞ് നീ എന്തിനു പറ്റി യജമാനനെ എന്ന് വിളിക്കുന്നത്? അതെനിക്ക് കാര്യമുണ്ട്, എനിക്ക് കാര്യം നേടിയെടുക്കാറുണ്ട്. അപ്പൊ ഇവളുടെ സ്വഭാവം ശ്രദ്ധിക്കണം. ഇവിടെ അവളുടെ കാര്യം നടക്കാൻ എന്താ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന, അല്ല പണ്ടത്തെ അങ്ങനെ ചൊല്ലില്ലേ, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം അല്ലേ? ആ സ്വഭാവം ഉണ്ട് ശബരിയക്കാരിക്ക്, സ്ത്രീക്ക്. അത് ആ നേരം എന്ത് കാര്യം നടക്കണോ അവനെ സേവിക്കും. അങ്ങനെ സ്വഭാവം. അപ്പൊ ആ പാപ സ്വഭാവം ദൈവത്തിനറിയാന്നേ. നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നതല്ല ഇവിടെ നാട്ടിലുള്ള. നമ്മുടെയൊക്കെ നാട്ടില് അങ്ങനെയുള്ളവർ പോലും ഇല്ല. അമ്മാതിരിയുള്ളതിനെയൊക്കെ സ്വർഗം കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം കർത്താവ് ഒരുവനെ തെരഞ്ഞെടുക്കാൻ വരുമ്പോ നീ കാണുന്നതിന്റെ എല്ലാം മുമ്പിൽ കുമ്പിട്ട് വീഴുന്നവനാന്ന് അറിഞ്ഞു തന്നെ നിന്നെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? ട്രീറ്റ്മെന്റ് അറിയുന്നുണ്ട്, കർത്താവ് അറിയുന്നുണ്ട്. ആമേൻ. വായിച്ചേ അവിടെ യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ വരാതെ ഇരിക്കേണ്ടതിന് അതായത് വീട്ടിലിരുന്നാ മതി, പുറത്തു പോലും ഇറങ്ങണ്ട. അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എന്റെ ജീവിതം എത്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെയല്ല ഇസ്രായേൽ മക്കൾ പണ്ടും കാണിച്ചത്? അവിടെ നിന്ന് വഴി ഇറങ്ങിയപ്പോഴത്തേനും എനിക്ക് എന്ത് വേണം? എനിക്ക് കാടപ്പക്ഷി. ഞാൻ ഇറച്ചി തിന്നിട്ടില്ല. എടാ, നീ കഴിഞ്ഞ 430 വർഷത്തോളം നീ മിസ്രൈമിൽ കിടന്ന് ഇറച്ചിയാണോ തിന്നത്? മീനാണോ തിന്നത്? ഞാൻ ഇറച്ചിക്കലത്തിന്റെ അരികിലായിരുന്നു. അവിടെ ഒരു ഇറച്ചിക്കലയും ഇല്ലായിരുന്നു. ആകെ ഇറച്ചിക്കലവും ഇറച്ചി ഉണ്ടായിരുന്നത് മിസ്രൈമില് ഫറവോന്റെ കൊട്ടാരത്തിൽ. അവിടുന്ന് ഇറച്ചിക്കറി വെക്കുമ്പോ അതിന്റെ മണകുമാരുടെ കുടിലിൽ ചെല്ലും, വേറൊന്നുമില്ല. അവിടുത്തെ മണം അടിച്ചേ ഉള്ളൂ. അപ്പൊ നീ ഇപ്പൊ ഈ ചോദിക്കുന്നത് എന്ത് കണ്ടിട്ടാ? വായിച്ചേ. അനേകരെ മയക്കിക്കളയുന്നു ദുഷ്ടപിശാച്. വരാതെ ഇരിക്കേണ്ടതിന് നിനക്ക് കിട്ടും. മയങ്ങിക്കൊണ്ടിരുന്ന കിട്ടും, ഉറങ്ങിക്കൊണ്ടിരുന്ന കിട്ടും. മനസ്സിലായ പറഞ്ഞെന്നാന്ന്? വായിച്ചേ. യേശു അവളോട്
വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അതെന്തിനാ കർത്താവേ? നീ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഞങ്ങൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ കുടുംബം ഏത് വിധത്തിലാണെന്നോ ഒന്നും അന്വേഷിക്കാത്ത ഒരു യേശുവിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇതേ യോഹന്നാൻ മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, അല്ലേ? അത് പൗലോസാ പറഞ്ഞത്. എങ്കിലും മറ്റൊരു സുവിശേഷത്തെ കുറിച്ചും മറ്റൊരു ആത്മാവിനെ കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട്, മറ്റൊരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവള് പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഭംഗി കൊണ്ട് കിട്ടണം, മറ്റൊന്നും ചോദിക്കരുത്. കർത്താവ് പറഞ്ഞു നിനക്ക് തരാം, ആദ്യം പോയി നിന്റെ ഭർത്താവിനെ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെ വിളിച്ചോണ്ട് വാ. ഇപ്പൊ പറഞ്ഞു ഞാൻ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, ഞാൻ തന്നെ മീശയും പിരിച്ച് വീട്ടിലിരിക്കുന്നത് എന്നല്ല പറഞ്ഞേ. വായിച്ച ഒന്നും കൂടെ വായിച്ച ഭാഗം. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. കർത്താവ് ഇവളെ വിവേചിച്ചു. ഇവളുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നല്ലപോലെ അറിയാം. ഇവള് ചിന്തിക്കുന്നു ഇവള് പറയുന്നത് മാത്രം നടക്കുന്നത്. മനസ്സിലാക്കണം, അനേക പ്രവാചകന്മാരെ വടിയാക്കുന്ന ജന്മങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അനേക പ്രവാചകന്മാരെ വടിയാക്കാൻ വേണ്ടി വരുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അവർ ചിന്തിക്കുന്നത് വീട് കലങ്ങി മറിഞ്ഞ് ജുറാസിക് പാർക്ക് പോലെ കിടക്കുക, എന്നാലും അല്ലേ വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തറ ചവിട്ടിപ്പൊളിക്കുന്ന സ്വഭാവം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വീട് മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുക സ്വഭാവം കൊണ്ട്. എങ്കിലും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ മറച്ചു വെച്ചാലൊന്നും കർത്താവിന്റെ സ്ഥലത്തിൽ ഒന്നും മറഞ്ഞിരിക്കില്ല. കർത്താവ് ചോദിക്കുന്നത് കേട്ടോ, എന്നാ ചോദിച്ചേ? ആദ്യം പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. ശ്രദ്ധിച്ചേടി, ഇതുവരെ ഇവൾക്ക് വെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഈ ശമരിയിലുള്ളവരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? അവർക്ക് ഈ വെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല, ദാഹത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല, നിത്യജീവനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന കാര്യം അപ്പൊ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചോണ്ട് വരാൻ. നല്ലപോലെ മനസ്സിലായി. നല്ലപോലെ നമുക്ക് പല കാര്യം മനസ്സിലാകാതിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ചില ആത്മീയ കാര്യങ്ങള് മനസ്സിലാകാതിരിക്കുന്നുണ്ട്. അതെപ്പോഴാ മനസ്സിലാകുന്നതെന്നറിയാവോ? ആരും തൊടല്ലെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുടുംബകാര്യങ്ങളില്ലേ, അവിടെ ദൈവം കയറി തൊടുമ്പോഴാണ് നീ ദൈവത്തെ വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് ഒരു പരിപാടിയുണ്ട്. നീ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നോക്കിക്കേ, ശമര്യക്കാരി സ്ത്രീ, ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. ശമര്യക്കാരി സ്ത്രീ ഇവിടെ ഒരുറപ്പോട് കൂടെ വന്ന, ഏതായാലും ഇപ്പൊ ഉള്ളവൻ ഭർത്താവല്ല, അതുകൊണ്ട് എനിക്കിനി എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും. ഇപ്പൊ ആരും എന്നോട് ഇത് ചോദിക്കത്തില്ല. ആ ഉറപ്പാണ് ആരോടും സംസാരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവളീ സംസാരിക്കുമ്പോൾ ഇവളുടെ ഉള്ളിൽ ഇപ്പൊ ഒരു ഭർത്താവ് ഇല്ലെന്ന് പറയാൻ നീ വേണേ ഭർത്താവ് അയക്കോ എന്നുള്ള അർത്ഥമാണോ? ആണോ? ആർക്കും അവസരം കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഡയറക്റ്റ് ചോദിച്ചു, എന്നെ ചോദിച്ചേ, നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. അപ്പൊ കർത്താവ് പറയും ശരിയാ, നിനക്ക് ഉണ്ടായിരുന്നു, ഇത്ര പേരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളവന് നിനക്ക് ഭർത്താവല്ലെന്ന്. മനസ്സിലായോ? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് വെളിപ്പെടുത്തിയത് എന്തിനാ? അവളെ അപമാനിക്കാനാണോ? അപമാനിക്കാനാണോ? അവളെ അപമാനിക്കാനായിരുന്നെങ്കിൽ ശ്രദ്ധിക്കണേ, ശിഷ്യന്മാരവിടെ കാണുമായിരുന്നു. ശിഷ്യന്മാരവിടെ കാണുമായിരുന്നു. ശിഷ്യന്മാരവിടെ ഉണ്ടോ? ശിഷ്യന്മാരവിടെ ഇല്ല. ശിഷ്യന്മാരെ അവിടെ ഭക്ഷണം കൊള്ളേണ്ടതിന് അടുത്ത നഗരത്തിലേക്ക് പോയി, പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ അവൾക്ക് അപമാനം വരരുത്. ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. അന്ന് ആ രഹസ്യങ്ങൾ ഈ വിധത്തിലായിരുന്നുവെന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ അറിയാതെ മൂടി വെക്കാൻ ദൈവം ഇടവരുത്തുന്നത് എന്തിനാണെന്നറിയാവോ? നിന്നെ പണിതെടുക്കേണ്ടതിനാണ്. അനേകരുടെ മുമ്പിൽ നീ അപമാന വിഷയമായി തീരാതെ പലത് കർത്താവ് രഹസ്യത്തിൽ തന്നെ അതിന് പരിഹാരം വരുത്തി നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം പദ്ധതി ഇടുക എന്ന് പറഞ്ഞ ആ മൂടി വെക്കൂന്നല്ല കർത്താവ് പറഞ്ഞേ. വ്യക്തമായിട്ട് മുഖത്ത് നോക്കി കണ്ണി നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കും, ഞാൻ ഭർത്താക്കന്മാരെ വിളിച്ചോണ്ട് പാടിയത് പിടി കിട്ടിയോ? അത് വെളിപ്പെടുത്തിയാൽ മാത്രമേ എന്തുള്ളൂ? വിടുതലുള്ളൂ. ആമേൻ. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഇപ്പൊ ശബരിയക്കാരി സ്ത്രീയുടെ സ്ഥാനത്ത് നിന്ന
അവൾക്ക് ഉള്ളവരൊന്ന് ഭർത്താക്കന്മാർ, ഇപ്പൊ ഇരിക്കുന്ന ഭർത്താവല്ല, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളവര് ഭർത്താവല്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നാൽ എങ്ങനെ വേണം? ഒന്നും ചോദിക്കാതെ സ്വതന്ത്രം അവിടെ വീട്ടിൽ കയറുന്ന ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ എല്ലാവരും പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് തെറ്റിപ്പോയി. മനസ്സിലായോ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ഒരു കുറവോ തെറ്റോ ഒന്നും പറയാം. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത് നമ്മളെ വേദനിപ്പിക്കാനല്ലെന്നേ, നമ്മളെ ദുഃഖിപ്പിക്കാനല്ലെന്നേ യേശുവിടെ വന്ന്. നീ പോയി അകത്തിരിക്കുന്ന പിശാചിനെ ഇറക്കിയിട്ട് വാ, അകത്തിരിക്കുന്ന ഭൂതത്തെ ഇറക്കിയിട്ട് വാ. നിന്നിലിരിക്കുന്ന ദുരാത്മ ശക്തി നിന്നെ ഇത്ര നാൾ കട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലർ അപ്പൊ ഇങ്ങനെ ഈ ഭൂതമുള്ളവർ, ഇവിടെ വ്യഭിചാരത്തിന്റെ ഭൂതം കയറിയിരിക്കുക, ദുർനടപ്പിന്റെ ഭൂതം കയറിയേക്കുക, ഈ ഭൂതം അവളിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പുതിയൊരുത്തരെ കണ്ടു കഴിയുമ്പോ അങ്ങോട്ട് പോകുന്ന ഇവളിൽ ഇരിക്കുന്ന വ്യഭിചാരത്തിന്റെ ഭൂതമാണേ. ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നൊരു വാക്യമുണ്ട്. 13-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. എബ്രായ ലേഖനം 13:4. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. അടുത്ത പദം ശ്രദ്ധിക്കണം. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അങ്ങനെ നോക്കിയ ശമര്യക്കാര് ദുർനടപ്പുകാരിയാ അല്ലേ? അവളോട് സംസാരിക്കാൻ കർത്താവ് ചെന്നത് അവള് കർത്താവിനെ അറിയണം, അവളുടെ പാപത്തിൽ നിന്ന് അവൾക്ക് മോചനം ലഭിക്കണം അല്ലേ? അപ്പൊ ഇവള് ശരിക്കും പറഞ്ഞ പാപത്തിൽ മുഴുകി നിൽക്കുകയാണ്. പക്ഷെ ഇവൾക്ക് അബ്രഹാമിനെ കുറിച്ചറിയാം, യാക്കോബിനെ കുറിച്ചറിയാം, മശികയെ കുറിച്ചറിയാം, യെരൂശലേമിലെ ആരാധനയെ കുറിച്ചറിയാം. ആമേൻ. അപ്പോൾ ഇതെല്ലാം അറിയാമെന്ന് നമ്മൾക്ക് വ്യഭിചാരവും ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അവസ്ഥ മനസ്സിലായോ? അപ്പോൾ കർത്താവ് എന്ത് വേണം? കർത്താവ് എന്ത് വേണം? 5 പേരുടെ കൂടെ ജീവിച്ചവളാ ഇവള്. ഇപ്പൊ ഉള്ളവനും ഭർത്താവല്ല. ഇവൾ 5 പേരോട് കൂടെ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം അവള് വ്യഭിചാരം ചെയ്ത് ജീവിക്കുകയാണ്. ഒരെണ്ണം ഒരു യൂസ് ആൻഡ് ത്രോ അങ്ങനെ അവസ്ഥയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ലൈംഗിക കാര്യങ്ങളിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി തകർന്നു കിടക്കുകയാണ്. ആ പാപ സ്വഭാവത്തിൽ വീട് കിടക്കുകയാണ്. ഈ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തു വരുന്നില്ലെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരുവളാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ വരുന്നത്. ഞാനൊരു കാര്യം പറയാം, ഹൃദയത്തിൽ വർഷങ്ങളായിട്ട് വിട്ടുകളയാത്ത മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. ദൈവത്തിന്റെ ഇടപെടൽ വന്നു കഴിയുമ്പോ നീ അപമാനപ്പെടും. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെടാൻ ദൈവം ഇടപെടുത്തത്തില്ല, പക്ഷെ നിന്റെ പാപം വെളിപ്പെട്ടു വരും. മനസ്സിലായോ? ശിഷ്യന്മാര് കേൾക്കെ മറ്റാരും അറിയത്തില്ല, പക്ഷെ നീ കർത്താവിന് അങ്ങനെ പറ്റത്തില്ല. ദൈവം ഇത് ഇടപെടുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. നീ മൂടി വെച്ച മുറുകെ പിടിക്കുന്ന പാപം പുറത്തു കൊണ്ടുവരണം. എങ്ങനെയാന്ന് കണ്ടോ? ശബരിക്കാരി സ്ത്രീയുടെ വിഷയം കണ്ടോ? അവള് മുറുകെ പിടിക്കുന്നെങ്കിൽ എന്താ പറയുന്നത്, പരപുരുഷ ബന്ധത്തിൽ പോകുന്നവളാ. അവളെ സംബന്ധിച്ച് അവള് മാനസാന്തരപ്പെടണം. അതിന് അവൾ സ്വന്തം ദൈവത്തിന്റെ വചനത്തിന് മുമ്പേ വരുമ്പോൾ അവളിപ്പോൾ പരിശോധിക്കപ്പെടുകയാണ് ദൈവത്താല്. ഇതുവരെ സുഖമായിരുന്നു. ശ്രദ്ധിക്കണം, കർത്താവ് വരുന്നവരെ സുഖം. കർത്താവ് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ രഹസ്യ പാപങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് ജീവിതം ശുദ്ധിയായി തീരാനാണ്. മനസ്സിലായോ? അതിന് ഇവിടെ തക്ക സമയം യജമാനനെ എന്നൊക്കെ വിളിക്കും. നിന്റെ വായിലെ ടോണൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിന് നിന്റെ യജമാനനെ എന്നുള്ള വിളി കേൾക്കാം. ആദ്യം നിന്റെ ഭർത്താക്കന്മാരെ പോയി വിളിച്ചോണ്ട് പോവാ. നിന്നോട് കൂടെ കിടന്നവരെ എല്ലാം വിളിച്ചോണ്ട് പോവാ. എവിടെയാണ് നീ പരാജയപ്പെട്ട് കിടക്കുന്നത്? മുറുകെ പറ്റുന്ന പാപം ഏതാണ്? ഇന്ന് നിന്നെ സ്വന്തം ഹല്ലേലൂയ നിന്നെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന രഹസ്യ പാപം ഏതാണ്? അത് നീ ഏറ്റുപറയുക. ഈ വർഷങ്ങളായി നിന്നെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന രഹസ്യപാപം ഇന്നും അത് ഏറ്റുപറയാൻ തയ്യാറല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിന്നോട് ഇടപെടുമ്പോൾ നീ വിചാരിക്കുന്ന യജമാനനേക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ കർത്താവ് ചോദിക്കാതെ പോകുന്നു. നിനക്ക് തോന്നുക, നിനക്ക് വെറും തോന്നല,
കർത്താവ് പരിശോധിക്കാൻ തുടങ്ങുമ്പോ രഹസ്യങ്ങളെല്ലാം മണിമണി പോലെ പുറത്തറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് എന്താ പ്രശ്നം എന്നറിയാവോ? ഈ ശിഷ്യന്മാരുടെ കേൾക്കെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. ഇവന്മാർക്ക് 5 ഭർത്താക്കന്മാരുടെന്ന് പറഞ്ഞ ശിഷ്യന്മാരാരാ പുള്ളികള്? എല്ലാ ടീംസും അവിടെ കിടപ്പുണ്ട്. യൂദാ കൂടത്തിലുണ്ട്. വിടുവോ? ഇവർ ഓരോരുത്തരുണ്ടെന്നേ പലവിധ ബലഹീനതയുള്ളവർ ഇവിടെ കിടപ്പുണ്ട്. അവര് വിടുവോ? വിടത്തില്ല. അപ്പൊ മനസ്സിലാക്കണം കേട്ടോ, നിന്റെ ബലഹീനത പലരും അറിയാതെ അതിന് പരിഹാരം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നീ പാപത്തെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം. നിന്റെ രഹസ്യ പാപത്തെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം. നീ അതിനെ വീണ്ടും രുചിച്ചോണ്ട് നടക്കരുത്. പ്രവാചകന്മാർക്കും പാസ്റ്റർമാർക്കും വെളിപ്പെട്ടില്ലെന്ന് കണ്ട് ദൈവം മറന്നു പോകുന്നില്ല. ചിലരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടില്ല അതുകൊണ്ട് ഇല്ലെന്ന്, പാസ്റ്റർമാർക്ക് വെളിപ്പെട്ടില്ല അതുകൊണ്ട് ഇല്ലെന്ന്. നിനക്ക് വെളിപ്പെടുന്ന കർത്താവിന് വെളിപ്പെടുത്തുന്ന സമയം നാട്ടുകാരായിരിക്കും നിന്റെ നേർക്ക് തിരിയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏത് പാപമായിരുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇന്ന് പകൽ നേരം ക്രിസ്തുവില ശരണപ്പെടട്ടെ. അടുത്ത വാക്യം വായിച്ചാട്ടെ. നമ്മളാ വായിച്ച വാക്യം പ്രായലേഖനം 13:4 വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. 2 കാര്യങ്ങൾ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഇവിടെ ഈ ജീവിതത്തിലേക്ക് ശമര്യക്കാര് പോകുമ്പോൾ ഒരു മാന്യമല്ല, അത് അപമാനമാണ്. ദൈവനാമത്തിന് അപമാനമാണ്. 1. രണ്ടാമത്, കിടക്ക നിർമ്മലം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പലരുമായിട്ട് ശരീരങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടാൽ അവിടെ മലിനത വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ വിശുദ്ധമല്ല, അവിടെ നിർമ്മലമല്ല, അവിടെ അവിടെ മലിനത കയറി വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം അവനെയല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, അവിടെ ശമര്യക്കാരി സ്ത്രീ എന്താ അവിടെ? അടുത്ത വാക്യം വായിച്ചേ. കർത്താവോട് പറഞ്ഞ എന്താ? ഹല്ലേലൂയ. യേശു അവരോട് പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. അടുത്തത്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം പറയാനുണ്ട്. നീ ഇതുവരെ ഇങ്ങനെ കേട്ടെ, ഇങ്ങനെ പ്രഷർ കയറി ഓരോ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഒരു അനുഭവം ഇല്ലാതെ. നീ അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദിവസമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? നിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഓരോന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അത് പ്രദർശിപ്പിച്ചിട്ട് പരസ്യമായിട്ട് ചോദിക്കും, ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കും. അന്ന് നിന്റെ വായിന്ന് വരുന്നതാണ് ശരിയായ സ്തോത്രം. ഇപ്പൊ ഈ വരുന്ന ഒന്നുമല്ല, ഇതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, ആളെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന. പക്ഷെ ഒറിജിനൽ വരുന്ന എപ്പോഴാണെന്നറിയാവോ? നിന്റെ മുറുകെ പറ്റുന്ന രഹസ്യ പാപത്തെ കർത്താവ് വെളിപ്പെടുത്തി കാണിച്ചത്. അന്നാ നീ വിശ്വസിക്കത്തുള്ളൂ പ്രവചനം ഉണ്ടെന്നും പുസ്തകത്തിൽ വെളിപ്പാടുണ്ടെന്നൊക്കെ. ഇപ്പൊ നീ യജമാനനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, രാഷ്ട്രമാരെയും വിളിക്കുന്നുണ്ട്. അയ്യോ എന്തൊരു ഭക്തിയാണോ, എന്തൊരു ബഹുമാനമാണോ, അയ്യോ നിനക്ക് പറ്റുന്നുണ്ടോ ഈ ഇത്ര റിസ്ക് എടുത്തതൊക്കെ ചെയ്യാൻ? എന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ് ചിലരുടെയൊക്കെ. എന്താ? പറ്റാത്ത ഭക്തി കാണിക്കരുത്. ശ്രദ്ധിക്കണം, നിനക്ക് പറ്റാത്ത ഭക്തി കാണിക്കരുത്. നിനക്കുള്ളത് കാണിച്ചാ മതി. എന്നാ നീ പറ്റാത്ത ഭക്തി കാണിച്ചാ നിന്റെ ഊപ്പാട് വരുന്ന കാര്യം കർത്താവും ചെയ്യും. വായിച്ചടുത്ത വായിച്ചേ. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു. നീ പലതും കാണുന്നുണ്ട്. എന്റെ ഭർത്താക്കന്മാർ എത്രയുണ്ട്, അതിനെയും കാണുന്നില്ലേ നീ? ഇതുപോലെ തന്നെ നീ പാപം ചെയ്യാൻ വേണ്ടി നിന്റെ ഭർത്താക്കന്മാരെ നിൽപ്പില്ലേ? അവരുടെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഉള്ളവന് ഭർത്താവല്ലല്ലോ, നീ അവരെയും കണ്ടതല്ലേ? ആ കണ്ണുകൊണ്ടല്ലേ നീ ഇപ്പൊ എന്നെയും കാണുന്നത്? ഞാൻ പ്രവാചകൻ, അങ്ങ് പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അതെ, നീ ഇത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത് ഭയങ്കരമാണല്ലോ. ഇത്രയും പാപം ചെയ്തിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ശ്രദ്ധിച്ചേ ചിലർ ഈ പാപം ചെയ്തിട്ട് ഡീസന്റ് ആയിട്ട് നടക്കും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊന്നും എന്റെ വിഷയമല്ല കേട്ടോ, ഞാൻ വളരെ ഡീസന്റ് കേട്ടോ, പാപം ചെയ്തു അതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ, ഇനിയും പാപം ചെയ്യും കേട്ടോ. ആ മാനസികാവസ്ഥയുള്ള നിന്നെ പിടിക്കാൻ കർത്താവ് വരുന്നുണ്ട്. കർത്താവ് ഇറങ്ങി വരും. ആമേ. വായിച്ചേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ, അതായത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയില് നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു. ഇപ്പൊ അംഗീകരിക്കാൻ തുടങ്ങി. നമുക്ക് സമ്പർക്കമില്ലല്ലോ
പിന്നെ ഇപ്പോഴെങ്ങനെ സമ്പർക്കം? ഇപ്പൊ ആരാധിക്കാൻ ഞങ്ങൾ യെരൂശലേമിൽ വരാന്ന് വരെ പറയാൻ തുടങ്ങിയല്ലോ. അതെന്നാ കാര്യം? അതെന്നാന്നേ കാര്യം? നമുക്ക് സമ്പർക്കമില്ല. ഇത്രയും വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇവളിലെ പാപം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ശക്തമായിട്ട് ആരാധിക്കാം അല്ലെ? ഇങ്ങനെയാണ് അന്യഭാഷ നമുക്ക് ആവശ്യം, ഇങ്ങനെയാണ് ദർശനവും വെളിപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. ശരിയാ. നീ എപ്പോഴാ ഈ ദൈവത്തെ വിശ്വസിക്കുന്നതെന്നറിയാവോ? എന്നാണോ നിന്റെ പാപം ഉള്ളതുപോലെ ഒരു ബ്ലാക്ക് ബോർഡിൽ കർത്താവ് എഴുതി 1 2 3 4 എന്ന് എഴുതി കാണിക്കുന്നത്, അന്നേ നീ ദൈവത്തെ വിശ്വസിക്കത്തുള്ളൂ. ചിലരുടെ പ്രശ്നം ഇതാ, നിന്റെ പാപം. ചിലർ ചിന്തിക്കുന്ന എന്നാന്നറിയോ? പാസ്റ്റർമാർക്കൊന്നും വെളിപ്പെടില്ലെന്നേ, ഇതൊന്നും അവർക്കൊന്നും വെളിപ്പെടില്ല. ശരിയാ. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ എങ്ങോട്ട് വിട്ടേക്കുന്നേ? ആ പട്ടണത്തിൽ വല്ലതും തിന്മാൻ മേടിപ്പാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തന്നെ ശമരിയിലേക്ക് വന്നു അല്ലേ? ശമരിക്ക് പോകുന്ന വഴിയിൽ ചെന്നാണ് ഇത് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രവാചകന്മാർക്ക് അപ്പോസ്തലന്മാർക്കൊന്നും വെളിപ്പെടത്തില്ലെന്ന് എന്റെ ഹൃദയത്തിൽ അത്ര കണ്ട ആഴത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്ദർശനത്തിന് വേണ്ടി റെഡി ആയിട്ടിരുന്നോ, കയ്യും കഴുകിയിരുന്നോ? വരുന്നുണ്ട് കർത്താവ് ഇറങ്ങി വരും, നിന്നോട് ഇടപെടും, നിന്റെ കുറവ് എഴുതി വെച്ച് തരും. എങ്ങനെ? മെനെ തെക്കേ ഊഫർസിന്ന് എഴുതി വെച്ച് തരും. നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ശബരിക്കാര് പറയുക, യജമാനനെ ഞാൻ നീ ഒരു പ്രവാചകനാണെന്ന് കാണുന്നുണ്ട്. നിന്റെ കുഴഞ്ഞ സംസാരമൊക്കെ നീക്കും കേട്ടോ ദൈവം തൊട്ട് കഴിയുമ്പോ. നിന്റെ കുഴഞ്ഞ ചിന്താഗതികളെല്ലാം മാറും. നല്ല സ്ഥിരതയോടെ നിർത്താൻ ദൈവം ശക്തനാണ്. ആമേൻ. വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ, ഈ പാപത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞ അടുത്തത് നിന്റെ ഹൃദയത്തിൽ വർഷങ്ങളായിട്ട് കുടിയിരിക്കുന്ന ഒത്തിരി സംശയങ്ങളുണ്ട്. നീ അത് ശിഷ്യന്മാരോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്കതിന് നീ തക്കതായി ചോദിക്കാൻ, നീ ദൈവത്തോട് തന്നെ ചോദിക്കാൻ അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവരും. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലെ സംശയങ്ങളാണ്. നീ ചോദിച്ചിട്ടില്ല, ഇതുവരെ നീ ചോദിച്ചിട്ടില്ല. നീ ഇതുവരെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ എന്നും ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നും വരുന്നു, സ്വതം ആളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, വീട്ടിൽ പോകുന്നു. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ചോദിച്ചാൽ അബ്രഹാം വഴി യാക്കോബിന്റെ ഒരു കിണറ, അത്രേ ഉള്ളൂ. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ ചോദ്യങ്ങളുടെ ആഴത്തിലേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നീ വിശ്വസിക്കണമെന്ന് നിന്റെ പാപം കർത്താവ് വെളിപ്പെടുത്തണം. നിന്റെ പാപം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം നീ ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ആദാമേ നീ എവിടെയാകുന്നു എന്ന് ചോദിക്കുമ്പോ ഞാൻ നഗ്നനാകുന്നു എന്ന് പറയുമ്പോ നിന്നോട് ആരാ പറഞ്ഞ നീ നഗ്നനാകുന്നു? ഹല്ലേലൂയ. നീ നഗ്നനാകുന്നു എന്ന്. ഹല്ലേലൂയ. കർത്താവേ ഞാൻ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക, ഞാൻ നഗ്നനാകുന്നു എന്ന് നീ എപ്പോഴാണോ നീ പറയുന്നത്, നിനക്ക് എപ്പോഴാണോ തിരിച്ചറിവ് വരുന്നത്, അന്നേ നീ ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ. നീ എന്നാണോ നഗ്നനാണെന്ന് മനസ്സിലാകുന്ന അന്നേ നിന്നെ ഉടുപ്പിക്കുന്നവൻ, നിന്നെ മറയ്ക്കുന്ന പരിശുദ്ധൻ ഇറങ്ങി വരത്തുള്ളൂ. അതുവരെ നിനക്ക് രക്ഷകനെ ആവശ്യം വരുന്നില്ല. നീ ആ ഒരു കല്ലിന്റെ കീഴിൽ നിന്ന് അടുത്ത കല്ലിന്റെ കീഴിലേക്ക്, അടുത്ത മരത്തിന്റെ ചോട്ടിലേക്ക് നീ ഓടിക്കൊണ്ടിരിക്കുക. നിന്റെ നഗ്നത ആരും കാണരുത്. ഇതാണ് നിന്റെ പ്രശ്നം. നിന്റെ നഗ്നത, നിന്റെ കുറവ് ആരും കാണരുത്. പക്ഷെ ദൈവത്തിന് അങ്ങനെ നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. നീ വെള്ളത്തിൽ സ്നാനപ്പെട്ടതാണോ, തിരുമേശ എടുക്കുന്നതാണോ, നിന്നെ കർത്താവ് പിടിച്ചിരിക്കും. ആമേൻ. വായിച്ചാട്ടെ, ഞാൻ വായിച്ചു ശ്രദ്ധിക്കും. ഹല്ലേലൂയ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും. ഇങ്ങനെ വായിക്കുമ്പോഴേ അപ്പൊ ആ പ്രസംഗം ഇടിച്ച് കളയാൻ പിശാച് ഓരോരുത്തരുടെ കൊരവിളിക്ക് പിടിച്ചിട്ടുണ്ട്.
അങ്ങനെയല്ല, ശക്തമായിട്ട് വായിക്കണം. ആമേൻ. ശക്തമായിട്ട് വായിക്കണം. നമ്മൾ ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് വായിച്ചു തരുന്നതും ദൂതുകൾ വെളിപ്പെടുമ്പോൾ ഉള്ളിൽ കുത്തൽ വന്നിട്ട് ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ആ ശുശ്രൂഷ അനുഗ്രഹമായി തരണം. നമുക്ക് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ആത്മാവാകുന്നു. അടുത്തത്, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട് മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവള് വിശ്വസിച്ചപ്പോഴാ? ഇവളുടെ പാപം വെളിപ്പെടുത്തിയപ്പോഴാണ്, ഇവളുടെ കുറവ് വെളിപ്പെടുത്തിയപ്പോഴാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവള് കർത്താവിൽ വിശ്വസിച്ച് സകലവും അറിയിച്ചു തരും. എന്നാൽ കർത്താവും ക്രിസ്തു മശിക വരികയും സകല മർമ്മങ്ങളെയും വെളിപ്പെടുത്തുകയും തന്റെ ആത്മാവിനെ പകരുകയും ചെയ്യേണ്ടതിന് ദൈവപുത്രൻ ലോകത്തിന് വെളിപ്പെടുമെന്നുള്ള സത്യം ആർക്കറിയാമായിരുന്നു? ഇവൾക്കറിയാമായിരുന്നു. അപ്പോൾ ഇവളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതി മശികയെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടായിരുന്നു അവൾക്ക്. ആമേൻ. ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. അവിടെ വായിക്കുന്നത്, യേശു അവളോട് അവിടെ വായിക്കുന്നു, അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശുവോട് നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു. അനേകർ ചോദിക്കുന്ന കാര്യമുണ്ട്, കർത്താവ് എവിടെയെങ്കിലും ബൈബിളിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ വാക്യം കിടക്കുന്നത് കണ്ടോ? അവിടെ പറഞ്ഞതന്നെ യേശു ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക. മശിക എന്ന് പറഞ്ഞ രക്ഷകനാണ്. മശിക എന്ന് പറഞ്ഞ വീണ്ടെടുപ്പുകാരനാണ്, ഉയർപ്പിക്കുന്നവനാണ്, ദൈവത്തിന്റെ പ്രിയപുത്രനാണ്, അവൻ ദൈവമാണ്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞാൽ അവൻ തന്നെ രക്ഷകൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ അത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ അടുത്ത് കണ്ട ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അവരാരാണ് മനസ്സിലാക്കണം. ഫലമുള്ളവരും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്നവരും പരിജ്ഞാനമുള്ളവരും വെളിപ്പാടുള്ളവർക്ക് വേണ്ടിയാണ് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് ദൈവനാമത്തിന് വേണ്ടി ഫലം കൊയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വിധം വ്യത്യസ്തമായിരുന്നു. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസ്ഥന് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരുമാറാകട്ടെ. അത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വരുന്നവൻ നമ്മൾക്ക് യഥാർത്ഥമായി കാണുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കട്ടെ. നമ്മുടെ രഹസ്യഭാവങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട വചനങ്ങൾ ഈ വരുന്ന ദിവസങ്ങള് നമ്മുടെ ജീവിതത്തിൽ വിടുതലോടുകൂടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽ തന്നെ കർത്താവിന്റെ വലിയ കൃപ നമ്മളോടുകൂടെ ഉള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതാണ്.